അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു എഗ്രിമെൻ്റ് വയ്ക്കുകയോ ധാരണാപത്രം ഉണ്ടാക്കി സൈൻ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ്. ആശയപരമായിട്ട് BJP-നെ സംബന്ധിച്ച് 2020 നടപ്പിലാക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടും ഇന്ന് BJP ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന വികസന കാഴ്ചപ്പാടും ഏതാണ്ട് സമാനമായ രീതിയാണ് എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് രണ്ടു കൂട്ടരും വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ അത് നടപ്പിലാക്കി വരുന്നു. ഞാനേ വെറുതെ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട സമയം കളയരുതെന്നാണ് പറയണത്. എനിക്ക് ഏതാണ്ട് എന്നെ ഒരു അദാനിയോ അംബാനിയോ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണോ നിങ്ങൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതിലെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ പിണറായി സർക്കാരിൽ 2016 മുതൽ 21 വരെ പിണറായി സർക്കാരിൻ്റെ സജീവമായിട്ടുള്ള ഒരു സഹപ്രവർത്തനമായിട്ട് പോയ ഒരാളാണ് പിണറായിയുടെ കൂടെ. ആ പിണറായിയോട് ചോദിക്കുക, ഇടതുപക്ഷ ആളുകളോട് ചോദിക്കുക, ഈ 5 വർഷം ഇത്രയും ഏറ്റവും അടുത്ത് നിന്ന പിണറായിയുടെ കയ്യിൽ നിന്ന് 5 പൈസയുടെ മെച്ചം സാബു ജേക്കബിൻ്റെ സ്ഥാപനങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പോൾ ഇന്ന് വരെ ഈ കുടുംബം എൻ്റെ അച്ഛനായിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കുടുംബമാണ്. ഇടത് വലത് പാർട്ടികൾ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്തും ഏറ്റവും അടുപ്പത്തിൽ അവരുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. ഇന്ന് വരെ ഞങ്ങൾ ഒരു കാര്യത്തിനും, നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ആരെയും ആശ്രയിച്ചിട്ടില്ല. ഇന്ന് തല ഉയർത്തി ഇന്ന് ആരോടും ഒരു ഓബ്ലിഗേഷനും ഇല്ലാത്ത ഒരു വ്യവസായി കേരളത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രമാണത്. ഇടതു സർക്കാരിൽ നിന്നും വലതു സർക്കാരിൽ നിന്നും 5 പൈസയുടെ ഒരു മെച്ചവും ഉണ്ടാക്കാത്ത ഒരു പാർട്ടി ഇത്രയും അടുത്ത് നിന്നിട്ട്. അതുകൊണ്ട് ഇവിടെ ഇന്ന് എഴുതി നിങ്ങൾ റെക്കോർഡിൽ വെച്ചോളൂ, മോഡി സർക്കാരിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു വിധത്തിലുള്ള സാമ്പത്തിക ലാഭവും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ വ്യവസായം നടത്തുന്നതിന് ഇന്ത്യ സർക്കാരിൻ്റെ ഒരു പേപ്പറുകളോ ഒരു അപേക്ഷകളോ ഒരു അനുവാദവും വേണ്ട. ആ വ്യവസായം എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിലുള്ള അവരുടെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പെർമിഷനും ആവശ്യമില്ല. പിന്നെ അവരിനിയിപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയിട്ട് ചെക്ക് എഴുതി 100 കോടിയും 1000 കോടിയൊക്കെ തന്നാൽ വേണ്ടാന്ന് പറയില്ലേ? ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല. ഇതിലേ എൻ്റെ ഓഹരി കീഴോട്ട് പോയപ്പോൾ എന്താ ആരും ഒന്നും പറയായിരുന്നത്? 300 രൂപ ഉണ്ടായിരുന്ന ഓഹരി 150 രൂപയ്ക്ക് താഴ്ന്നു. അത് പല കാരണങ്ങളുണ്ട്. ഓഹരികൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഞാൻ ഓഹരി വിറ്റ് പണം ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ ഏതെങ്കിലും ഒരു ഷെയർ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാ. ഇപ്പം ഏതാണ്ട് 30 വർഷമായി കമ്പനി തുടങ്ങിയിട്ട് 1 രൂപയുടെ ഷെയർ വിറ്റ് ഞാൻ പണം ഉണ്ടാക്കിയത് ശരിയാണ്. അതുകൊണ്ട് കൂടിയാലും കുറഞ്ഞാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലാതെ. അതാണല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ ജോലി. അവരുടെ പണി നോക്കട്ടെ, അവർ പിടിക്കുന്നവർ പിടിക്കട്ടെ, ആശയപരമായിട്ട് യോജിക്കുന്നവർ അങ്ങോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞില്ല, അതിന് തെറ്റ് പറയില്ല. അതിനകത്ത് നീ ഇന്നോട് വരുന്നതിന് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എൻ്റെ ഒരു ദിവസത്തെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഈ തീരുമാനമെടുത്തതിന് ശേഷം 100 കണക്കിനല്ല 10,000 ആളുകൾ ഈ പാർട്ടിയിലേക്ക് എല്ലായിടത്തും സംഘടന ഉണ്ടാകണമെന്ന് പറയാം. അതായത് 100 ഇരട്ടിയായിട്ട് ഈ പ്രസ്ഥാനം 2 ദിവസം കൊണ്ട് വളർന്നു എന്നുള്ളതാണത്. അപ്പോൾ ഒരാൾ വിട്ടുപോയി, ഒരു പഴയ മെമ്പർ വിട്ടുപോയി, അതൊക്കെ എന്ത് പ്രസക്തി ഇരിക്കുന്നു? അത് പോകട്ടെ, പോകുന്നവർ പോകട്ടെ, അവർക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, ഇനിയും പോകും. കാരണം ഞങ്ങൾ ഒരു പരിണാമത്തിൻ്റെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിൽ യോജിക്കാൻ പറ്റാത്ത ആളുകൾ അവർ മാറി നിൽക്കും. അവർക്ക് ഇഷ്ടമുള്ള സങ്കേതങ്ങളിലേക്ക് അവർ കയറിക്കൂടും. ആയിക്കോട്ടെ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പിടിക്കുന്നവർ പിടിക്കട്ടെ. ഞങ്ങൾ ആരെയും ഇതുവരെ
വല വീശാൻ പോയിട്ടില്ല. ഞങ്ങൾ ആരും അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ എന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. പോകുന്നവര് സന്തോഷം എന്ന് പറയുള്ളൂ. ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലകളിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ 2020 ആയിട്ടുള്ള സഖ്യത്തിലുള്ള കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിപ്പിടിക്കാമെന്ന ബിജെപിയുടെ ഒരു പൊളിറ്റിക്സ് അതൊരു ടൂൾ ആവുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ മതം പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയുമില്ല. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മതം മതത്തിന്റെ വഴിക്ക് പോട്ടെ, രാഷ്ട്രീയത്തിനെ മതത്തിലേക്ക് കൊണ്ടുവരരുത്. മതം മതത്തിന്റെ ജോലി നോക്കട്ടെ, രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ ജോലി നോക്കട്ടെ. ഞങ്ങൾ രാഷ്ട്രീയത്തിലാണ്, രാഷ്ട്രീയത്തിന്റെ ജോലി ഞങ്ങൾ നോക്കുള്ളൂ. ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഈ ചോരുകയാണോ കൂടിച്ചേരുകയാണോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് പേരിരുന്ന് ചർച്ച ചെയ്തിട്ട് 2020 ഇല്ലാതെയായി, 2020 പിറന്നു, 2020 എല്ലാവരും പോയി എന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആഗ്രഹിക്കട്ടെ. ഇത് ഇനിയിപ്പോൾ നാളെ ജനങ്ങൾ പറയാണ് 2020 വേണ്ട, ഞാനിതും കൊണ്ട് പണമുണ്ടാക്കുന്ന ആളല്ല, ഞാനൊരു രാജ്യ സേവനമാണ് നടത്തുന്നത്, ഈ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സേവനം നടത്തുകയാണ്, എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഈ നാട് ഉപേക്ഷിക്കുന്ന സമയത്ത് ഞാനത് നിർത്തും. വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ഈ NDAയിലുള്ള അതിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം പോസിറ്റീവായിട്ട് കണ്ടു നോക്ക്. എന്നെപ്പോലെ ഒരാൾ ഇതുപോലെയുള്ള ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് ഇത്രയും അടുത്തൊരു ബന്ധം സ്ഥാപിക്കുകയും അതിൽ നിന്ന് നമുക്ക് പരമാവധി കേരളത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഇത് കൊണ്ടുവരികയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരതല്ലേ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതിനെ നെഗറ്റീവായിട്ട് മാത്രം എന്തുകൊണ്ട് ചിന്തിക്കുന്നു? ഈ നാട് നന്നായാൽ നിങ്ങൾക്കും എനിക്കും നല്ലതല്ലേ, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലതല്ലേ, നമ്മുടെ യുവാക്കൾ നാട് വിട്ടു പോകേണ്ടി വരുമോ? എത്രയോ അനാഥരായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, എന്തുകൊണ്ട് അവരെ പറ്റി ചിന്തിക്കുന്നില്ല? അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് ഈ എൻട്രിയിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് മുമ്പ് ഇതേ ഉദ്ദേശം വെച്ച് ആ സഖ്യത്തിൽ ചേർന്ന ആൾക്കാരാണ് തുഷാർ വെള്ളാപ്പള്ളി, CK ജാൻ. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തുഷാറിന്റെ അടുത്ത് ചോദിക്കണം ആ ചോദ്യം. എനിക്കറിയില്ല. നമ്മളെ ഓരോ വ്യക്തികൾ വ്യത്യസ്തമാണ്. ഇന്ന് ഞാനൊരു കാര്യം ഞാൻ പറയാം, അത് സമ്മതിച്ചല്ലോ. അപ്പോൾ ആ മിടുക്കത്തരം ഈ പറയുന്ന സഖ്യത്തിൽ ഞാൻ കാണിക്കും. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു തുഷാറിനേക്കാൾ മിടുക്കനാണ് ഞാനെന്ന്. ആ മിടുക്ക് ഡെഫിനറ്റ് ആയിട്ടും കേരളത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു മിടുക്കായിട്ട് മാറും. നമ്മൾ ഇന്നലെ പൊട്ടി വീണ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. 14 വർഷമായിട്ട് കേരളത്തെ സേവിച്ച് 4 പഞ്ചായത്തുകൾ ഭരിച്ച് തെളിയിച്ച് പ്രൂവണാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്ത നടപ്പിലാക്കിയ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ BJPയുടെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളുകൾ വരെ അംഗീകരിച്ച് ഇന്ത്യ ഒട്ടാകെ നമുക്ക് പലതും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിമർശിച്ച് വന്ന ഒരു പ്രസ്ഥാനമാണ് 2020. ഇപ്പൊ ബാക്കിയുള്ള എല്ലാ പാർട്ടികൾക്കുള്ള നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും BJPക്കുള്ളൂ. അതേ BJPയോടൊപ്പം ചേർന്നാണ് താങ്കൾ ഈ മേന്മ. അത് താങ്കളുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹമാണ്. ഞാൻ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. എല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഞാൻ എവിടെയാണ് വിമർശിച്ചിരിക്കുന്നത്? പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു മാസം മുമ്പ്, എനിക്കറിയില്ല നിങ്ങൾ കൈരളിയാണോ എന്താണെന്ന് മറ്റേ എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ഒരു മാസം മുമ്പ് ജില്ലാ സെക്രട്ടറി എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തൂത്തെറിയുമെന്ന് പറഞ്ഞു. ഞാൻ അതിന് മറുപടിയും കൊടുത്തു. ബെന്നി ബെഹ്റാൻ പറഞ്ഞു, അതിന് മറുപടിയും ഞാൻ കൊടുത്തു. BJPയുടെ മേഖലാ പ്രസിഡന്റ് ആരാണ്ട് എന്നെ ഒരു കീടമാണെന്ന് പറഞ്ഞു, അതിന് ഞാൻ മറുപടി കൊടുത്തു. അതിന് നമ്മുടെ വ്യക്തിത്വം അടിവറവ് വച്ചുകൊണ്ട് ആരുടെ മുന്നിൽ ഞാൻ നിൽക്കില്ല. അത് BJPക്കാരനായാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, ഏത് വ്യക്തിയായാലും ശരി. നിങ്ങളില്ലെങ്കിൽ ഇല്ല എന്ന് പറ. എന്നെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചാക്രമിച്ചിട്ടുണ്ട്, വായ അടപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയായാലും അതുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലി കഴിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമായിരിക്കില്ല ഇത്.
ഇത് കേരളത്തിന് വേണ്ട, കേരളത്തിന് നന്മ കൊണ്ടുവരുന്ന, കേരളത്തിൻ്റെ വികസനം കൊണ്ടുവരുന്ന, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സഖ്യമായിട്ടാണ് ഇതിനെടുക്കേണ്ടത്. പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 2020 സ്വാഭാവിക ദയാവധത്തിൽ വിട്ടുകൊടുക്കുന്ന ഒരു തീരുമാനമാണ് എന്നൊരു നിരീക്ഷണം അതിനെക്കുറിച്ചുണ്ടല്ലോ. അത് CPM രക്ഷിക്കട്ടെ, CPM കൈരളി ആയിക്കോട്ടെ.